കൊലപാതകത്തിൽ നീതി തേടി ഇറങ്ങിയിരിക്കുകയാണ് ആയിരക്കണക്കിന് ഡോക്ടർമാർ. നമുക്ക് കാണാൻ സാധിക്കും കൊൽക്കത്തയുടെ തെരുവ് വീഥികളിൽ ആയിരക്കണക്കിന് ഡോക്ടർമാരാണ്, ആരോഗ്യ പ്രവർത്തകരാണ് പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുന്നത്. ഈ രാജ്യത്ത് ഇനി ഇത്തരത്തിലൊരു ക്രൂര നിഷ്ഠൂര കൊലപാതകം നടക്കാൻ പാടില്ല. അതിനുവേണ്ടത് എന്താണോ അത് ഉടൻ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തങ്ങൾക്ക് നീതി ലഭിച്ചേ മതിയാകൂ. കൊൽക്കത്തയിലെ ആ യുവ ഡോക്ടർക്ക്, അവരുടെ കുടുംബത്തിന്, ഈ ആയിരക്കണക്കിന് വരുന്ന ഡോക്ടർമാർക്ക് നീതി ലഭിച്ചേ മതിയാകൂ എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് ആ പ്രതിഷേധം നടക്കുന്നത്. നമുക്കൊരു വശത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ കാണാം. അവർ നേരത്തെ ഈ പ്രവർത്തകർക്ക് നേരെ, ഈ സമരം ചെയ്യുന്ന ഡോക്ടർമാർക്ക് നേരെ ലാത്തി വീശിയിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചാലും സമരത്തിൽ നിന്ന് ഒരു അണ പോലും പിന്നോട്ടില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത്. രാജ്യത്തുടനീളം, രാജ്യമൊട്ടാകെ പ്രതിഷേധം ആർത്തിരമ്പുന്ന കാഴ്ചകൾക്കാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാക്ഷികളാകുന്നത്. വലിയ തരത്തിൽ പ്രതിസന്ധിയിലാകുന്നുണ്ട് നമ്മുടെ ആരോഗ്യ മേഖലയടക്കം. പക്ഷേ അപ്പോൾ പോലും ഇനി ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്കും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിക്കൂടാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം ആളിക്കത്തുന്നതാണ് നമ്മൾ കാണുന്നത്. കേരളത്തിൽ വന്ദനാദാസിന്റെ കൊലപാതകം പോലും, ഡോക്ടർ വന്ദനയുടെ കൊലപാതകം പോലും നമ്മളെ ഞെട്ടിച്ചു. ഇപ്പോൾ ഇത് അതിക്രൂരമായ ബലാത്സംഗമാണ് നടന്നത് കൊൽക്കത്തയിൽ. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഒരു നാടൊന്നാകെ പ്രതിഷേധത്തിന് ഇറങ്ങുന്നത്. അവിടെ ബംഗാളെന്നില്ല, കേരളമെന്നില്ല, എല്ലായിടത്തും ഒരേപോലെ പ്രതിഷേധമാണ്. അത്രമാത്രം നമ്മൾ കേട്ടതാണ് ആ യുവ ഡോക്ടർ അനുഭവിച്ച മരണത്തിന് തൊട്ടു മുൻപ് അവർ അനുഭവിച്ച വേദന. അത് എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കേട്ടതാണ്. എത്രമാത്രം വലിയ ക്രൂര ബലാത്സംഗത്തിനാണ് ആ യുവതി, ആ ഡോക്ടർ ഇരയായതെന്ന് നമ്മൾ കേട്ടതാണ്. ഇനി അത്തരത്തിലൊരു സംഭവം ഈ രാജ്യത്തുണ്ടായിക്കൂടാ എന്നുറപ്പിച്ചുകൊണ്ടാണ് പ്രതിഷേധം അണപൊട്ടുന്നത്. സുബി വിശ്വനാഥൻ തുടരുന്നുണ്ട്. സുബി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമരം അത് അവസാനിക്കുന്നില്ല എന്നത് തന്നെയാണ്. അപ്പോൾ പോലും ഈ ആർജിക്കർ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ്, അദ്ദേഹത്തെ 13 മണിക്കൂറാണ് കഴിഞ്ഞ ദിവസം, അതായത് കൃത്യമായി പറഞ്ഞാൽ ശനിയാഴ്ച 13 മണിക്കൂറാണ് അദ്ദേഹത്തെ CBI ചോദ്യം ചെയ്തത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം അതിനുള്ള കാരണം? ഏറ്റവും പ്രധാനമായി സന്ദീപ് ഘോഷ് നൽകിയ മൊഴികളും ആശുപത്രിയിലെ റെക്കോർഡ്സുകളും രേഖകളും തീരെ ഒത്തുപോകുന്നില്ല എന്നതിനെ തുടർന്നായിരിക്കില്ലേ വീണ്ടും സന്ദീപ് ഘോഷിനെ CBI ചോദ്യം ചെയ്യുന്നത്? സുബി, തീർച്ചയായും സന്ദീപ് ഘോഷിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ഇനിയും CBI എത്തിയിട്ടില്ല. അദ്ദേഹത്തിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ മൊഴികളിൽ വ്യക്തതക്കുറവ് ഉണ്ട് എന്നാണ് CBI വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൂർണ്ണമായും അദ്ദേഹത്തിന്റെ മൊഴി വിശ്വാസത്തിലെടുക്കാൻ CBI തയ്യാറാവുന്നില്ല. അവ്യക്തതകളുണ്ട്. ആ അവ്യക്തതകൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 3 ദിവസമായി. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതൊരു അറസ്റ്റിലേക്ക് കടക്കുമോ എന്ന ഒരു അവസ്ഥ പോലും ചില അവസരങ്ങളിലെങ്കിലും CBI ഉദ്യോഗസ്ഥർ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാലും അദ്ദേഹത്തെ ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കർണാടകയിലെ തെരുവുകളിലെ ഈ പ്രതിഷേധത്തി അതണയ്ക്കാൻ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ആകുന്നില്ല എന്നതാണ് ഇപ്പോൾ പറയേണ്ടത്. അല്പസമയം മുമ്പാണ് ഡുറന്റ് കപ്പ് ടൂർണമെന്റ് ക്യാൻസൽ ചെയ്തത്. സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുമ്പിലാണ് ഇപ്പോൾ പ്രതിഷേധം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുമ്പിൽ ഫുട്ബോൾ ആരാധകരും അതുപോലെ തന്നെ പോലീസും തമ്മിൽ വലിയ തോതിലുള്ള മുഖാമുഖം നേർക്കുനേർ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഒരവസരത്തിൽ ലാത്തിചാർജ് പോലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. വി വോണ്ട് ജസ്റ്റിസ് എന്ന മുദ്രാവാക്യം ഉയർത്തി, പ്ലക്കാർഡുകൾ ഉയർത്തി ജനം തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരു